നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അലാ ഉനബ്ബിഉക്കും, സ്വഹാബികളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ വന്തോഷം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ എൻ്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളെ ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, നബിയേ ആ വന്തോഷം ഏതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ ഉഖൂഖുൽ വാലിദൈൻ, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മനസ്സ് പൊട്ടിക്കലാണ്, മാതാപിതാക്കളെ വിഷമിപ്പിക്കലാണ്, മാതാപിതാക്കളുടെ കണ്ണീര് കുടിപ്പിക്കലാണ്. ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുകയില്ല. ആഖുൽ, മാതാപിതാക്കളെ വേദനിപ്പിച്ച ആൺകുട്ടിയും പെൺകുട്ടിയും സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിൻ്റെ വക്കൊന്ന് കാണല് പോയി, സ്വർഗത്തിൻ്റെ വാസന പോലും ശ്വസിക്കാൻ അവർക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, അല്ലയോ ഉമറേ, അല്ലയോ സ്വഹാബികളെ, സലാസത്തുൽ, മൂന്നാളുകൾ, ലാ യൻദുറുല്ലാഹ്, അല്ലാഹു ഇലൈഹിം, അവരിലേക്ക് നോക്കില്ല, യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. ആരാണവരെന്നറിയോ? അതിൽ പ്രധാനപ്പെട്ടൊരു വിഭാഗം അൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ കരയിപ്പിച്ച കുട്ടികളാണ്, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണ്. മാതാപിതാക്കൾ എൻ്റെ മക്കൾ മോളെ, മോനെ എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഏതോ ചെക്കന്മാരുമൊത്ത് ഇറങ്ങിപ്പോകുന്ന സമയം, മക്കളെ നിങ്ങളുടെ ഉമ്മയുടെ വേദന എത്രയാണ്. ആ നിലക്കുള്ള കുട്ടികൾ, അവരുടെ മുഖത്ത് അല്ലാഹു റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. നബി തങ്ങൾ ഒരു പ്രാവശ്യം സ്വഹാബത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു, റഹിമ അംഫുൻ, റഹിമ അംഫുൻ, സുമ്മ റഹിമ അംഫുൻ, സുമ്മ റഹിമ അംഫുൻ, 3 പ്രാവശ്യം അങ്ങനെ അവർ നശിച്ചു പോകട്ടെ എന്ന ആശയത്തിൽ ഉൾക്കൊള്ളുന്ന പദം പറഞ്ഞപ്പോൾ ഫഖാലൂ, സ്വഹാബത്ത് പേടിച്ചുകൊണ്ട് ഫീ ഖൗഫ്, പേടിയോടെ ചോദിച്ചു, മൽ യാ റസൂലല്ലാഹ്, മൽ യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാണ് നബിയെ അവിടുന്ന് പറയുന്നത്? അവിടുന്ന് വിവരിച്ചു കൊടുക്കുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണ്, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കളാണ്, മാതാപിതാക്കളുടെ മനസ്സ് പൊട്ടിക്കുന്ന കുട്ടികൾ. റഹിമ അംഫുൽ, റഹിമ അംഫുൽ, സുമ്മ റഹിമ അംഫുൽ. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി വിവരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കനപ്പെട്ട വാക്കുകളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തസിരന്ന ആഖാ, ലാ തസിരന്ന ആഖാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, മഹാനവറുകൾ മൈമൂൻ ഇബ്നു മിഹ്റാൻ മക്കളോട് ഉപദേശം കൊടുക്കുന്നു. ഒരേ മൈമൂൻ, അവൻ ചോദിക്കുന്നു, ലാ തസിലന്ന ആഖാ, എൻ്റെ മക്കൾ മാതാപിതാക്കളെ കഴിയിപ്പിച്ച, മാതാപിതാക്കളുടെ കൽബ് പൊട്ടിച്ച, മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിച്ചു പോയ ഒരു കുട്ടിയുടെ കൂടെയും നിങ്ങൾ നടക്കരുതേ, അവരെ നിങ്ങൾ ചങ്ങാതിയാക്കരുതേ, അവരെ നിങ്ങൾ കൂട്ടുകാരാക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫഇന്നഹു ലൻ യസ്ലഹ, ഫഇന്നഹു ലൻ യുഫ്ലിഹ, ഫഇന്നഹു ലൻ യുഫ്ലിഹ. ആ മക്കൾ വിജയിക്കൂല, ആ മക്കൾ നന്നാവാൻ പ്രയാസമാണ്, ആ മക്കൾ വിജയിക്കൂല.
അതുകൊണ്ട് മാതാപിതാക്കളെ കരയിപ്പിച്ച് ഏതെങ്കിലും ചക്രമൊത്ത് ജീവിക്കുന്ന ആ കുട്ടികളെ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവൻ ചങ്ങാതിമാരാക്കരുത്. കൂട്ടുകെട്ടിൽ മാ ഖലഖല്ലാഹു ഖൽഖൽ അളറ മിന സാഹിബിസ്സൂ, ഏറ്റവും വെടക്ക് പിടിച്ച കൂട്ടുകെട്ടാകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കൾ എത്രത്തോളം ഫുളൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഫൗക കുല്ലി ഫുജൂരിൽ ഫുജൂർ ഹത്താ യഉഖ റജുലു വാലിദൈഹി. ഫൗക കുല്ലി ഫുജൂരിൽ ഫുജൂർ, എത്ര ബടക്ക് വൃത്തികേട് ചെയ്തൊരു മനുഷ്യനാണെങ്കിലും അതിൻ്റെ മുകളിൽ ഒരു വൃത്തികേടുണ്ടാവും. നമ്മുടെ നാട്ടിൽ 24 മണിക്കൂറും കള്ളു കുടിച്ചടക്കുന്ന ഒരാൾ, എന്നാലും വ്യഭിചരിച്ചടക്കുന്ന ഒരു വ്യക്തി, അതിൻ്റെ മുകളിൽ വലിയൊരു തെറ്റ് വേറെയും ഉണ്ടാവും. എത്ര തെറ്റ് അതിന് മുകളിൽ വേറെയുന്നുണ്ട്. ഇല്ലാ ബുക്കാ അൽ വാലിദൈൻ, മാതാപിതാക്കൾ ഒരു തുള്ളി കണ്ണീരൊടുക്കിയാൽ ഒടിച്ച്, എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ പൊന്നുമ്മ ഒരു തുള്ളി കണ്ണീരൊടുക്കിയാൽ ആ ഉമ്മയെ അണച്ചു കൂട്ടിയിട്ട് മാറോട് ചേർത്ത് പിടിച്ച് ഉമ്മാ പൊരുത്തപ്പെട്ട് തരണം, ഉപ്പാ പൊരുത്തപ്പെട്ട് തരണം. പറയാത്ത കാലത്തോളം ഇതിനേക്കാളും വലിയൊരു വൃത്തികേട് ലോകത്ത് വേറെയില്ല. ലോകത്ത് ഒരുപാട് വേണ്ടാത്തരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ, ഞാൻ എൻ്റെ ദീനിൻ്റെ പടയാളികളായ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയുന്നു, മോനെ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അഥവാ നമ്മുടെ ഉപ്പാക്കൊരിക്കലും ഇഷ്ടമില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, ഹലാലല്ലാത്ത വിധത്തിൽ ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്ക് വരുന്നത്, ഉപ്പ പൊരുത്തപ്പെടോ ഇല്ല, ഉമ്മ പൊരുത്തപ്പെടോ ഒരിക്കലുമില്ല. പിന്നെ അവർ മൂളുന്നത് കടിഞ്ഞുപോയി അവർക്ക് ആരോട് പറയാനുണ്ട്, അവർക്ക് എന്ത് ചെയ്യാനുണ്ട്? അവിടെ ജീവിതം പണയം വെച്ചു, അഭിമാനം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവസാനം അവർ സമ്മതിക്കുകയാണ്. അവിടെ ഖൽബിലെ വേദന പറയാൻ ആരോട് പറയാനുണ്ട്? ഇവിടെയാണ് ഫൗക കുല്ലി ഫുജൂരിൽ ഫുജൂർ. എത്ര വലിയ തെറ്റ് ചെയ്താലും അതിൻ്റെ മുകൾ മറ്റൊരു തെറ്റുണ്ട്. ഹത്താ യഉഖ റജുലു വാലിദൈഹി, ഒരു കുട്ടി മാതാപിതാക്കളെ കരയിപ്പിച്ചാൽ, മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ഒടിച്ച്, അതിനേക്കാളും വലിയൊരു മോശം അവൻ്റെ അരികിൽ വേറെ ഇനി വരാനില്ല, വേറെ തെറ്റ് കാണിക്കാനില്ല. മാതാപിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഉമ്മയെ കരയിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ കൊണ്ട് 10 ഇരട്ടി നമ്മൾ കരഞ്ഞിട്ടല്ലാതെ മരിക്കുകയില്ല. ഇത് നെസ്സാണ്. ഈ ഉമറാക്കളെ ഞാൻ പറയാം, ഇത് കിതാബുകൾ നെസ്സാണ്. ഒരിക്കലും നമ്മൾ അള്ളാഹു രക്ഷപ്പെടുത്തില്ല. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ബുക്കാഉൽ വാലിദൈൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചു പറഞ്ഞു, മോനെ അബ്ദുല്ലാ, മോനെ അബ്ദുല്ലാ, ബുക്കാഉൽ വാലിദൈൻ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉമ്മയോ ഉപ്പയോ കരയേണ്ടി വരരുത്, അവർ കണ്ണീരൊടുക്കേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ബുക്കാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, അത് വന്തോഷത്തിൽ പെട്ടതാകുന്നു. മൻ അദ്ഖല അലൈഹിമാ മാ യുഹ്സിനുഹുമാ ഫഖദ് അഖ്ഖഹുമാ. മൻ അദ്ഖല അലൈഹിമാ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ചാടിപ്പോയോ മറ്റോ, അതല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് വാശി പിടിച്ച് നടക്കുമ്പോൾ എത്ര ഉമ്മമാരുടെ മനസ്സാണ് നീറിപ്പുകയുന്നത്. ആ നിലക്കെങ്ങാനും ഒരു പെൺകുട്ടി മായുഹ്സിനുഹുമാ, മാതാപിതാക്കൾക്ക് വിഷമമുള്ള വല്ലതും ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുന്നുവെങ്കിൽ ഫഖദ് അഖ്ഖഹുമാ, അത് അവരോട് കാണിച്ച ഒരു വലിയ തെറ്റാകുന്നു, വന്തോഷമാകുന്നു. ബി അക്ബറിൽ കബായിർ, അത് വന്തോഷത്തിൽപ്പെട്ടതാകുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സ്വഹാബികളെ, കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മാ ശാഅ മിൻഹാ
إلى يوم القيامة إلا عقوق الوالدين فإن الله يعجله لصاحبه في الحياة قبل الممات. എല്ലാ തെറ്റുകളും ഒരു മനുഷ്യൻ ഭൂമി ലോകത്ത് എത്ര തെറ്റുകൾ ചെയ്താലും അല്ലാഹു തആല അതിനുള്ള ശിക്ഷയെ പടച്ച റബ്ബ് പിന്തിച്ചേക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കളൊഴിച്ച് ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി. അല്ലാഹു തആല പ്രണയ കല്യാണവുമായി പ്രേമിച്ച് കല്യാണം നടക്കുന്ന ആൺകുട്ടിയാവട്ടെ പെൺകുട്ടികളാവട്ടെ, അല്ലാഹു അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലെ വേദന അവർക്കറിയുന്നില്ലല്ലോ. ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു, അല്ലാഹു തആല ഉളരിപ്പിക്കുന്നതാണ് ലിസ്വാഹിബിഹി. മാതാപിതാക്കളെ കരയിപ്പിച്ച വേദനിപ്പിച്ച മക്കൾക്ക് ഫിൽ ഹയാതി ഖബിലൽ മമാത്, അവർ മരിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് തന്നെ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ് വലിയ ശിക്ഷകൾ. എങ്ങനെയാണ്? ചിലപ്പോൾ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചവൻ അവനാണ് ആ പെൺകുട്ടിയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. ഇനി ആ പെൺകുട്ടിക്കാരുണ്ട്, അവർ കരയാനുള്ളതും കണ്ണീരെടുക്കാനുള്ളതും ആ പെൺകുട്ടിയുടെ ഉമ്മ തന്നെയാണല്ലോ. കുടുംബം പോലും വെറുത്തു പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാദികൾ പറഞ്ഞു, ഒരു പെൺകുട്ടി പൊന്നുമ്മയുടെ, ഞാനിത് പറയുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാരെ നമ്മുടെ നാടുകൾ നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ വരെ എത്തി, താലൂക്കിലും എത്തി, നമ്മുടെ മഹല്ലുകളും എത്തി എന്നർത്ഥം. നമ്മുടെ മഹല്ലുകൾ വരെ എത്ര പെൺകുട്ടികളായി ചാടിപ്പോകുന്നത്. എന്താണ് ഈ കേൾക്കുന്നത്? 10, 18, 20 കൊല്ലമൊക്കെ പോറ്റി വളർത്തിയ ആ പൊന്നുമ്മയെ ഒരു മിനിറ്റ് സുഖത്തിന് വേണ്ടി, ഒരു 2 മിനിറ്റ് ഏതോ ഒരു സെക്കൻഡ് സുഖത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ദുർഗതി, അതിൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി, ഈ ഉമ്മ കൂടെ പോയി മോളെ എന്ന് വിളിച്ചിട്ട് ആ പൊന്നു ഉമ്മ മകളുടെ ചാരത്ത് ചെന്ന് മോൾ അണച്ചുകുട്ടി കരയുമ്പോൾ ഈ പെൺകുട്ടി ഉമ്മാനെ വലിച്ചെടുക്കുന്ന കാഴ്ച കാണും. ഉമ്മയെ വലിച്ചിടുന്ന കാഴ്ച, നഊദു ബില്ലാഹ്. ആ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഇന്ന് ആ പെൺകുട്ടിയുടെ ദുർഗതി നിങ്ങൾക്ക് കേൾക്കണം. അന്ന് ഞാൻ വഅദ് പറഞ്ഞത് എന്താണെന്നറിയോ? അത് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ആ ഉമ്മ മകളുടെ കാൽക്കലങ്ങ് വീണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പറഞ്ഞത്? എൻ്റെ ഉമ്മ പെങ്ങന്മാർക്കൊക്കെ ചിലവർക്കൊക്കെ അറിഞ്ഞേക്കാം, അതിൻ്റെ സീഡികളും ഇറങ്ങിയിട്ടുണ്ട്. ആ പെൺകുട്ടി മുഖത്ത് നോക്കിയിട്ട് അവിടെയുള്ള ആളുകൾ പറയും, മോളെ നിൻ്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, മോളെ നിൻ്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, ഉമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി പച്ചയിൽ പറഞ്ഞു, ഉമ്മനിക്ക് വേണ്ട, ഉമ്മനിക്ക് വേണ്ട. ഉടനെ തന്നെ ആ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ കാൽക്കലങ്ങ് വീടുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ നല്ലതാണ്. കാൽക്കലങ്ങ് വീടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മോളെ. ആ ഉമ്മ കാൽക്കലങ്ങ് വീണ് മകളുടെ 2 കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയോ? ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നുണ്ട്. മോളെ, എന്താണ് മക്കളെ, ആരുടെ നെഞ്ചത്താണ് നീ ചവിട്ടുന്നത്? നിനക്ക് 2 കൊല്ലത്തോളം മുലയൂട്ടി തന്ന, നിനക്ക് 2 കൊല്ലത്തോളം മുല നൽകിപ്പോയ, മുലപ്പാല് നൽകിയ ആ പൊന്നുമ്മയുടെ മാറിടത്തിലാണ് മോളെ നീ ചവിട്ടുന്നത്. ആർക്ക് വേണ്ടി? ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നത്. ചവിട്ടിയപ്പോഴും ഈ ഉമ്മ കാല് വിട്ടില്ല പെൺകുട്ടിയെ. അവസാനം ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് മുതഅല്ലിമീങ്ങൾ ആ ക്ലിപ്പൊന്ന് കാണിച്ചു തന്നു. എൻ്റെ മനസ്സ് പതറി. കാരാണ് ഈ പെൺകുട്ടി ആ ഉമ്മയുടെ കവടത്ത് ഇങ്ങനെ ചവിട്ടി നിന്നപ്പോൾ, ഒരു ഉമ്മയുടെ കവടത്ത് ചവിട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പുളകി മറിയുന്ന ഉമ്മ കൈവിട്ടു.
കൈവിട്ട സമയത്ത് ഈ പെൺകുട്ടി ഓടി ചെക്കൻ്റെ കൂടെ, അവൻ ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിൻ പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ അപ്പോഴും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ. ആ ഉമ്മയുടെ നെടുവീർപ്പ് ആരോട് പറയാൻ കഴിയും? പക്ഷേ ഞാനിപ്പോൾ വഅദ് പറയുമ്പോൾ അന്ന് നിങ്ങളോട് വഅദ് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി ചാടിപ്പോയ കഥയാണ്. ഇന്ന് ആ പെൺകുട്ടി ആർക്കും വേണ്ടാത്ത ഉപ്പ് തൊട്ട കലം പോലെ ഈ ഉമ്മയുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ആരുമില്ല അവൾക്ക്, ഈ ചെക്കനില്ല, മറ്റുള്ളവരില്ല. വേറെ കാരണം ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. പിന്നൊക്കെ പ്രശ്നം തന്നെ. ആർക്ക് വേണം ഈ കാണുന്ന ജീവിയെ? അത് മൈക്കിലൂടെ പറയാൻ പ്രയാസമുണ്ട്. അവസാനം ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ പെണ്ണ് ആ ഉമ്മ ഇങ്ങനെ നോക്കി വളർത്തുന്നുണ്ട്. ആർക്ക് വേണം? പക്ഷേ ഉമ്മ കൈവിടുകയോ? മക്കളെ, ഉമ്മ കൈയൊടുക്കോ? ആ ഉമ്മയല്ലേ പെൺകുട്ടിയെ 10 മാസം നൊന്ത് പ്രസവിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉമ്മയുടെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിച്ചാൽ ഉമ്മയുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന. മോളെ, നിന്റെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിക്കുന്നുവെങ്കിൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന ഈ പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി ഏതോ ഭാഗത്തുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ഓടിയെത്തിയതും ഈ ഉമ്മ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ ചാടിപ്പോയ പെൺകുട്ടികളുണ്ട്. അവസാനം ചാടിപ്പോയി തിരിച്ചു വരുമ്പോൾ മോളെ എന്ന് വിളിച്ചിട്ട്, കാരണം ഉമ്മാക്ക് കൈയൊടിക്കാൻ കഴിയില്ല, ഉമ്മാക്കൊരിക്കലും അവളെ കൈയൊടിക്കാൻ കഴിയില്ല. മനസ്സ് വേദനയുണ്ട്, പക്ഷെ മക്കളെ കൈയൊടിക്കാൻ കഴിയോ? ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ പോയി വയറ് നിറയെ ഭക്ഷിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞ്, ഏത് മോളെന്നറിയോ? ഈ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന പെൺകുട്ടി, ഉമ്മയുടെ കവളത്തെ ചവിട്ടിയിട്ട് ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി വയറ് നിറയെ ഭക്ഷിപ്പിച്ചുകൊണ്ട് കഴിക്കുമോളെ എന്ന് പറഞ്ഞ് വീണ്ടും വളമ്പി കോരിക്കൊടുക്കുന്ന ഉമ്മ. ഒരവസ്ഥയിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. എന്താണ് എൻ്റെ പെൺകുട്ടികളോട് ഞാൻ പറയുക? മോളെ, അരുത് മക്കളെ, അരുത്. ഉമ്മാനെ നിങ്ങൾ വലിച്ചെറിയരുത്, നമ്മുടെ ഉപ്പയെ വലിച്ചെറിയരുത്. പാവങ്ങളാണ്, സാധുക്കളാണ്.